ആദിവാസികളായ കലാകാരന്മാരുടെ ഒരു പ്രദേശം കൂടിയാണ് ബസ്തർ എന്ന് പറയുകയാണ് സമീപ് വിശ്വകർമ്മ. കോഴിക്കോട് നടക്കുന്ന 13ാമത് സർഗാലയ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയതാണ് സമീപ്. ഛത്തീസ്ഗഡിലെ ബസ്തർ എന്ന മേഖലയെക്കുറിച്ച് നമുക്കറിയാവുന്നത് മാവോയിസ്റ്റും പോലീസും തമ്മിൽ പലപ്പോഴായി ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള ഇടം എന്ന നിലയിലാണ്. പക്ഷേ അതുമാത്രമല്ല ബസ്തർ എന്ന് പറയുകയാണ് അവിടെ നിന്നുള്ള ഒരു കലാകാരന്മാരുടെ ഒരു ഗ്രാമം കൂടിയാണ് ബസ്തർ എന്ന് അദ്ദേഹം പറയുന്നു. വേട്ടയെക്കുറിച്ചും പോലീസ് ഇടപെടലിനെ കുറിച്ചുമൊക്കെ ചോദിച്ചിട്ടും സമീപ് വിശ്വകർമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് പാരമ്പര്യമായി ചെയ്യുന്ന ഇരുമ്പുപയോഗിച്ചുള്ള കൈത്തൊഴിലിനെ കുറിച്ച് മാത്രമാണ്. 31കാരനായ ഈ യുവാവിന് തന്റെ നാട് അസ്വാരസ്യങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ ഇഷ്ടം കലാപ്രവർത്തനങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. ആ സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഇത്തരം മേളകളിൽ പങ്കെടുക്കുന്നത് പോലും. बेसिकली हम ये हमारे जो बस्तर में जो संस्कृति है, कल्चर है, उसी को दिखाते हैं, उसी के थ्रू हम प्रोडक्ट बनाते हैं. ये हमारे काम जो ये आयरन क्राफ्ट है, बस्तर आयरन क्राफ्ट है, ये फोजिंग टेक्निक से बनाते हैं. इसे गर्म करके बनाते हैं. और ये डोकरा कास्टिंग है, इसे कास्टिंग करके बनाते हैं. इसका प्रोसेसिंग लगभग 10-12 प्रोसेसिंग के थ्रू बनता है. और इसे हम अपने हाथों से गर्म करके बनाते हैं. ഇരുമ്പ് പഴുപ്പിച്ച് അടിച്ചെടുത്തുണ്ടാക്കുന്ന ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥയുണ്ടെന്നും സമീപ് പറയുന്നു. बस्तर माओवादियों के लिए जाना जाता है. मैं आपको गलतियों को दूर करना चाहता हूँ कि ऐसा कुछ भी नहीं है. वो बस्तर बहुत ही शांत जगह है. वहाँ का कल्चर, वहाँ की संस्कृति, वहाँ के खेती किसानी, वहाँ के लोग बहुत ही अच्छे हैं. और वहाँ सबसे ज़्यादा तो बस्तर में कला फेमस है. वहाँ बहुत सारे कला है जो लोगों को अट्रैक्टिव करते हैं और लोग उसी के लिए खींचे चले आते हैं. 15-ലധികം രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 300-ലധികം കലാകാരന്മാരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മേള ജനുവരി 11-ന് അവസാനിക്കും. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.